ഇസ്രായേലുമായി $7,400 കോടി ആയുധ ഇടപാടിന് അമേരിക്ക ഒരുങ്ങുന്നു. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇക്കാര്യം ഔദ്യോഗികമായി അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചു. ബോംബുകളും മിസൈലുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇസ്രായേലിന് ലഭ്യമാക്കുക. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് പുതിയ ആയുധ ഇടപാട് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടി വിവരങ്ങൾ ഐസൺ. തീർച്ചയായും വീണ, ഇസ്രയേലുമായി വലിയ ആയുധ ഇടപാടുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ട്രംപ് സൂചിപ്പിച്ചിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ബൈഡന്റെ കാലത്തും സമാനമായ രീതിയിലുള്ള ഒരു ആയുധ ഇടപാടിന്റെ ധാരണ സംബന്ധിച്ച് ചില അന്തിമഘട്ടത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു. അതിനെ തുടർന്നാണ് ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഫെബ്രുവരി 4-ന് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിക്കുകയും ഇരുവരും ചേർന്ന് ശക്തമായ തീരുമാനങ്ങൾ, ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ചേർന്ന് ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് $7,400 കോടി വൻ ആയുധ ഇടപാടിനെ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട്, അല്ലെങ്കിൽ അത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അമേരിക്കൻ കോൺഗ്രസിന് നോട്ടിഫിക്കേഷൻ നൽകിയിരിക്കുന്നത്. ഈ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3000-ലേറെ അതിശക്തമായ മിസൈലുകൾ, ആധുനികമായ മിസൈലുകൾ, അതായത് സ്വയം ദിശ തിരിച്ചറിയുന്ന മിസൈലുകളും അതുപോലെ തന്നെ അനുബന്ധ ചെറു ബോംബുകളും മറ്റ് സംവിധാനങ്ങളുമാണ് ലഭ്യമാക്കുക. നമുക്കറിയാവുന്നതാണ്, ഹിസ്ബുള്ളയായും അതുപോലെ തന്നെ ഹൂതി വിമതരുമായും അതുപോലെ ഹമാസുമായുള്ള ശക്തമായ ഒരു ആക്രമണം നടന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ആ പ്രദേശത്തെ മുഴുവൻ 7ഓളം ഭീകര സംഘടനകളെ അതിശക്തമായി പ്രതിരോധിക്കേണ്ട ഒരു 1.5 വർഷമായിരുന്നു കടന്നുപോയത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. ഈ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് വൻതോതിലുള്ള ആയുധ ശേഖരം പ്രയോഗിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഇസ്രായേലിനുണ്ടായിരുന്നു. ഈ പശ്ചാത്തലമെല്ലാം കണക്കാക്കിയാണ് വൻ ആയുധ ഇടപാടിനുള്ള ധാരണ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആയുധ ഇടപാട് മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗവുമാണ് നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ അംഗീകരിക്കുന്നതായി പലതവണ അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ജോ ബൈഡനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ സ്വയം പ്രതിരോധിക്കുന്നതിന് പൂർണ്ണമായ പിന്തുണ ഇസ്രായേലിന് നൽകുക എന്ന നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഔദ്യോഗികമായും ഉള്ളത്. വീണ. ഓക്കെ, ശരിയായി സർ.